ശ്വസന നിയന്ത്രണത്തിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാകും. പൊതുവേദികളിൽ സംസാരിക്കേണ്ട അവസരങ്ങളിൽ ആത്മവിശ്വാസം കുറഞ്ഞ വ്യക്തികളിൽ ശ്വാസോച്ഛ്വാസം ത്വരിതഗതിയിലാകുന്നത് കാണാം. ശിരസിലേക്ക് ഒഴുകേണ്ട ഓക്സിജന്റെ അളവിൽ വരുന്ന വ്യത്യാസം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്നതോടെ ആത്മവിശ്വാസം കുറഞ്ഞവരിൽ ഒരു മൂടൽ മഞ്ഞ അനുഭവം ഉണ്ടാകും. എന്നാൽ ഇനി പറയുന്ന ഒരു വ്യായാമം കാലേ കൂട്ടി ചെയ്താൽ ഈ അവസ്ഥയെ പ്രതിരോധിക്കാനാകും. പരിപാടി അവതരിപ്പിക്കേണ്ട സമയത്തിന് 5 മിനിറ്റ് മുമ്പ് സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കുക. ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ചെയ്താൽ മതി. കണ്ണടയ്ക്കുന്നത് നല്ലതാണ്. കണ്ണടയ്ക്കാൻ പറ്റാത്ത ഇടമെങ്കിൽ തുറന്നിരുന്നാലും കുഴപ്പമില്ല. വളരെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസകോശം പരമാവധി നിറഞ്ഞു കഴിയുമ്പോൾ വളരെ പതുക്കെ പരമാവധി ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് ചെയ്യുമ്പോൾ ശരീരം നിവർന്ന് ഇളക്കമില്ലാതെയും ഇരിക്കുന്നതിൽ ശ്രദ്ധിക്കണം. മുഖത്തെ പേശികൾ ചുരുക്കാതെയും അസ്വസ്ഥതകൾ കാട്ടാതെയും ശാന്തമായിരുന്നു വേണം ഈ വ്യായാമം ചെയ്യാൻ. 15 മുതൽ 25 തവണ വരെ ചെയ്യുന്നതിനിടയിൽ മനസ്സ് പ്രശാന്തത കൈവരിക്കാറുണ്ട്. ഇതുവഴി പരമാവധി ഓക്സിജൻ നമ്മുടെ ശരീരത്തിനുള്ളിലെത്തുന്നു. പരിഭ്രമം മൂലം ശ്വാസം ദ്രുതഗതിയിലാക്കുന്നതിനെ തടയുന്നു. തന്മൂലം തെളിഞ്ഞ മനസ്സോടെയും മനസാന്നിധ്യത്തോടെയും അവതരണം നടത്താൻ നമുക്ക് സാധിക്കുന്നു. പൊതുവേദികളിൽ സംസാരിക്കാൻ ആത്മവിശ്വാസം വളരെ കുറഞ്ഞവർക്ക് ഇത്രമാത്രം മതിയെന്ന് വരില്ല. ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന മറ്റു വിദ്യകൾ കൂടി പ്രയോഗിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലിങ്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. വിജയാശംസകൾ.